ഹലോ. അപ്പൊ നമ്മുടെ ഒരു പുതിയൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ എന്താ പറഞ്ഞ ഇന്നലത്തെ ക്വസ്റ്റ്യൻ ആൻസറിന്റെ ബാക്കിയാണ് ഇന്നുള്ളത്. അപ്പൊ നമുക്ക് പോയാലോ. ഹലോ. അപ്പൊ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോണ ആപ്പിന്റെ പേരാണ് ലോട്ടസ് 365. ഇത് വളരെ ട്രസ്റ്റഡ് ആയ ഒരു ആപ്പാണ്. കാരണം ഇത് ബ്രാൻഡ് അംബാസഡർമാരായി വരുന്നത് ഉർവശി റൊട്ടേല, കാജറവ, നവാസ് സിദ്ദിഖാണ്. 2015 മുതൽ ഇത് ഇന്ത്യയിലുള്ള ഒരു ഗെയിമിംഗ് ആപ്പാണ്. ഇതിലൂടെ നമുക്ക് ക്രിക്കറ്റ്, ഫുട്ബോൾ, ടെന്നീസിന്റെ അപ്ഡേറ്റ്സ് നമുക്ക് ലഭിക്കുന്നതാണ്. ഇതിൽ 1000-ലധികം ലൈവ് ഗെയിം കളിച്ച് നമുക്ക് പ്രൈസ് നേടാവുന്നതാണ്. ഇത് ലൈവായി നടക്കുന്ന ക്രിക്കറ്റ്, ഫുട്ബോൾ ലൈവ് മാച്ചുകളുടെ വിജയികളെ പ്രെഡിക്റ്റ് കൊണ്ട് നമുക്ക് പ്രൈസ് നേടാവുന്നതാണ്. ഫാസ്റ്റ് വിഡ്രോവൽ ഇത് മറ്റൊരു പ്രത്യേകതയാണ്. ഇതിൽ നമുക്ക് ലൈവ് മാച്ചസും കാണാവുന്നതാണ്. മികച്ച ഓഫേഴ്സും മികച്ച പ്രൊമോഷൻസ് നമുക്ക് ഇതിന് ലഭിക്കുന്നതാണ്. കൂടാതെ 24 മണിക്കൂറിലെ കസ്റ്റമർ സർവീസ് നമുക്ക് ഇതിനായി കാത്തിരിക്കുന്നു. അപ്പൊ സമയം കളയാതെ നമുക്ക് ഗെയിം സ്റ്റാർട്ട് ചെയ്താലോ. ബോണസ് ഓഫറായ റോയൽ എൻഫീൽഡ്, iPhone 13, സാംസങ് S22 Ultra എന്നിവ നമുക്ക് ഗിവ് ആയി കിട്ടാവുന്നതാണ്. അപ്പൊ നമുക്ക് എങ്ങനെ തുടങ്ങിയാലോ. ഹായ്. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാട്ടെ. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് എന്താ നോക്കിയാലോ. നോക്കാം. നിങ്ങൾക്ക് സ്ഥലം വാങ്ങാനുള്ള പ്ലാൻ ഉണ്ടോ? ഉണ്ട്. നിങ്ങൾ ഒരുപാട് ഇഷ്ടമായതുകൊണ്ട് ചോദിച്ചെന്ന് പറഞ്ഞു. സ്ഥലം വാങ്ങാനുള്ള പ്ലാൻ, സ്ഥലം വാങ്ങുകയും ചെയ്യും, വീട് വെക്കുകയും പെട്ടെന്ന് തന്നെ സ്ഥലമൊക്കെ വാങ്ങി വീട് വെക്കും. പൊന്നിന് ഏത് ഹോസ്പിറ്റലാണ് കാണിച്ചിട്ടുള്ളത്? പൊന്നു ഇപ്പോൾ യൂണിറ്റി ഹോസ്പിറ്റലാണ്. തിങ്കളാഴ്ചയാണ് യൂണിറ്റിക്ക് പോകേണ്ടത്. അത് കഴിഞ്ഞിട്ട് ഒരു 7 മാസം കഴിഞ്ഞ് നമുക്ക് എറണാകുളത്തേക്ക് മാറാനാണ് ആഗ്രഹം. ഹാപ്പിയാണോ രണ്ടുപേരും ഇപ്പോൾ? പിന്നെന്താ, ഒരുപാട് ഹാപ്പിയാണ്. ഒരുപാട് ഞങ്ങൾക്ക് എന്താ ഹാപ്പി ആവാത്തതിന്റെ കുഴപ്പം? ഒരു മിനിറ്റ്, ക്യാമറ ഒന്ന് ഞാൻ റെഡി ആക്കട്ടെ. പെട്ടെന്ന് പ്രഗ്നന്റ് ആയെന്ന് തോന്നുന്നു? ഒരിക്കലും ഇല്ല. 5 മാസം അങ്ങനത്തെ കേസൊന്നുമില്ല. ഷെബിന്റെ ജോലി എന്താണ്? ഫുൾ ടൈം ഒരു പാർട്ട് ടൈം ജോലി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടോ? ഇല്ല, പാർട്ട് ടൈം ജോലി ഒന്നും ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. കാരണം എനിക്കൊരു വർക്ക് അത്യാവശ്യം ചെയ്തു തീർക്കാനുള്ള എനിക്ക് തന്നെ ചെയ്തു തീർക്കാൻ ടൈം ഇല്ല. എന്റെ പണി തന്നെ ഞാൻ തീർക്കണില്ല. അപ്പൊ ഞാൻ വേറെ വല്ലൊരു പണിയും കൂടി ഏറ്റെടുത്തിട്ട് കാര്യമില്ല. അപ്പൊ എനിക്ക് എല്ലാം കൂടി ഏറ്റെടുത്തിട്ട് എന്നെ കൊണ്ട് പറ്റുന്ന പണിയല്ല ഞാൻ ഏറ്റെടുത്തിട്ട് കാര്യമുള്ളൂ. അപ്പൊ അത് കാരണം ഞാനിപ്പോ വേറെ ഒന്നും ചെയ്യുന്നില്ല. ഗൾഫിൽ എന്തായിരുന്നു ജോബ്? ഞാൻ ജ്വല്ലറിയിലായിരുന്നു. തിരികെ പോകാത്തത് കൊണ്ട് ജോബ് നഷ്ടപ്പെട്ടതാണോ? യെസ്, ഓഫ് കോഴ്സ്. പിന്നെ ഒരു സ്ഥലത്തു നിന്ന് വന്ന് തിരിച്ചു പോയില്ലെങ്കിൽ മോശമല്ലേ, അവര് പറഞ്ഞില്ലേ. അമ്മയോട് യൂട്യൂബ് ചാനൽ നിർത്താൻ പറയണം. എന്തിനു? ഇപ്പൊ ഞാൻ നിങ്ങളോട് പറയണം നീ പഠിപ്പ് നിർത്തണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ നിർത്തൂ? അല്ലെ നിന്റെ ഹസ്ബൻഡിനെ ഡൈവേഴ്സ് ചെയ്യാൻ പറഞ്ഞാൽ നീ നിർത്തൂ? ചെയ്യും? അതൊന്നുമില്ല. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അത് അവരെന്താണോ ചെയ്യണത് അവരുടെ ഇഷ്ടത്തിന് ചെയ്യും. അല്ല ഞാൻ പറഞ്ഞിട്ട് ഞാൻ ഇപ്പൊ പൊന്നുവിനോട് പറയാം, പൊന്നു നീ അത് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ അവൾക്ക് ഓക്കെ ആണെന്ന് തോന്നി അവൾ ചെയ്യാതെ. അല്ലാതെ നമുക്ക് ഒരാളുടെ ലൈഫിൽ കയറിയിട്ട് നീ അത് ചെയ്യരുത് എന്ന് പറയാനുള്ള ഒരു അവകാശം ഒരാൾക്ക് ഞാൻ കാണുന്നില്ല. എന്റെ കാര്യത്തിലായാലും പൊന്നുവിന്റെ കാര്യത്തിലായാലും ഞങ്ങളുടെ കാര്യത്തിലും ഒരാൾക്കും അങ്ങനെ ഒരു ചാൻസ് ഞങ്ങൾ കൊടുത്തിട്ടില്ല. അല്ല, അത് നമുക്ക് പറയേണ്ട വോയിസും ഇല്ല. അതൊക്കെ ഒരാളുടെ പേഴ്സണൽ കാര്യങ്ങള് അവരുടേതായ രീതിയിൽ അവർ കൊണ്ടുപോകും. അല്ല, അതെന്തോ ആയിക്കോട്ടെ. അതില് പറയും. അമ്മ നിങ്ങൾ ഇറങ്ങി പോയപ്പോ എന്തൊക്കെയാ പറഞ്ഞത്? എന്നിട്ട് നിങ്ങൾ അവിടെ നിക്കുന്നത് ഞങ്ങളെ ഇഷ്ടം. അല്ല, ഇപ്പോഴും നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ പരിപാടി തന്നെയാണ് ഡബിൾ പ്ലേ എന്ന് പറയാ അതിന്. നിങ്ങളിപ്പോ പറഞ്ഞു ഈ ക്വസ്റ്റ്യൻ ഇട്ട് ആരാന്നോ എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ പറയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോ ചെയ്യണത് വെറും ഡബിൾ പ്ലേ ആണ്. കാരണം ഒരിക്കലും ഇത് പറയേണ്ട ആവശ്യമില്ല. കഴിഞ്ഞത് കഴിഞ്ഞു. അപ്പൊ അത് അതിന്റെ വഴിക്ക് വിടണം. അല്ലാതെ ഇത് വീണ്ടും കുത്തിപ്പൊക്കിയിട്ട് കഴിഞ്ഞ 5 മാസത്തോളം ഈ പരിപാടി കഴിഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങളുടെ 5 മാസം കഴിഞ്ഞു. എന്നിട്ട് നിങ്ങൾക്ക് ഈ വിഷയം തന്നെ നിങ്ങൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കണത്. അത് എത്ര പേര് നല്ല കമന്റ് ഇട്ടിട്ടുണ്ട്, എല്ലാവരും ഞാൻ പറയില്ല കേട്ടോ. അതിലിപ്പോഴും ഈ കാര്യം അന്നത്തെ കേസ് തന്നെ വീണ്ടും പറയാൻ നിങ്ങൾ ചെയ്ത അത് ഇതെന്ന് പറഞ്ഞിട്ട് വലിച്ചിടേണ്ട ആവശ്യം എന്തുള്ളത്? ഒരിക്കലും ഇല്ല. അത് കഴിയേണ്ട ആ സമയത്തിൽ നിങ്ങളൊക്കെ ഞങ്ങളെ പൊങ്കാലിട്ടുണ്ട് ഇല്ലാന്ന് ഒരിക്കലും ഒരാൾക്കും പറയാൻ പറ്റില്ല. കാരണം ഡോറെന്ന് വെച്ചാൽ അത്യാവശ്യം സമയത്ത് നിങ്ങൾ നല്ല രീതിയിൽ ഞങ്ങളെ ട്രോളാനും ഇത് കാര്യത്തിന് വേണ്ടിയിട്ട് ഞങ്ങളെ ചെയ്തിട്ടുണ്ട്. ഇല്ല ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഞങ്ങളെ വീഡിയോസ് കണ്ടവർക്കും ഞങ്ങളപ്പോൾ അതിൽ നിന്നൊക്കെ വിട്ട് നിന്നിട്ടുള്ളൂ. ഞങ്ങൾ ഒരാൾക്കെതിരെ പ്രലോഭിപ്പിച്ചിട്ട് ഞങ്ങൾ വീഡിയോ ഇടാനോ അല്ലെങ്കിൽ ഒരു യൂട്യൂബ് ചാനലുകാർ അങ്ങനെ പറഞ്ഞു എന്നിട്ട് ഞങ്ങൾ ഇടാനോ ഞങ്ങൾ നിന്നില്ല. ഞങ്ങളുടെ വഴി നോക്കി പോകുന്ന ആൾക്കാരാണ്. അപ്പം ഞങ്ങളുടെ വഴി ഞങ്ങളെ വിടുക. അല്ലാതെ ഒരാളായിട്ട് തല്ലുപിടിക്കാൻ വേണ്ടിയിട്ട് ഓരോ ക്വസ്റ്റ്യൻസ് ഇത് നല്ല സ്വഭാവമായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇത് ഇപ്പോൾ അവരുടെ വീട്ടിൽ ഉണ്ടാവുന്ന കാര്യമാവും. ചിലപ്പോൾ ഇതായിരിക്കും ആ വീട്ടിലെ പ്രശ്നക്കാരായിട്ട് വരിക. അച്ഛനും അമ്മോടും തല്ലുപിടിക്കണം. ഓരോ മക്കളുണ്ടായാൽ മതി.
ഒരു മക്കളുണ്ടായാൽ മതി വീട്ടിൽ ഇങ്ങനെ തല്ലുപിടിക്കാനായിട്ട്. ഇപ്പൊ ഈ ക്വസ്റ്റ്യൻ ഇട്ട ആൾ തന്നെയാ സ്വന്തം അച്ഛനും അമ്മേനെയും തല്ലുപിടിക്കുന്നുണ്ടാവുക. അമ്മോടൊന്നും പറയും, അച്ഛനോട് വേറെന്ന് പറയും, ഒന്നും പറയാനില്ല അങ്ങനത്തെ. അത് നമുക്ക് ഹാപ്പി ആയിരിക്കുന്നേ. എന്റെ വീട്ടുകാരെ കുറ്റം പറഞ്ഞിട്ട് എന്നോട് ഹാപ്പി ആയിരിക്കാൻ അതൊന്നും ഒരിക്കലും മനസ്സിലാക്കാനായിട്ടാ. ഒരിക്കലും അങ്ങനത്തെ കേസിലൊന്നും നമുക്കൊരു ഇത് പറയരുത് കേട്ടോ. ഒരാളെടുത്തു ഇപ്പൊ ഞങ്ങൾ യൂട്യൂബിൽ പബ്ലിക്കായി പറയണ നിങ്ങൾക്ക് എന്നും പറയാം, ഓക്കെ പറഞ്ഞോളൂ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ വേറൊരാളെടുത്ത് പോയിട്ട് ഒരിക്കലും ഇമാതിരി പറയരുത്. കാരണം ഒരു തെറ്റുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു തന്നെ എന്തിനറിയോ, നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ തെറ്റാണ് നിങ്ങൾക്ക് കമന്റ് ഇടാം, ഞാൻ അക്സെപ്റ്റ് ചെയ്യും. അല്ലാതെ ഒരാളുടെ പേഴ്സണൽ ലൈഫ് വായനൊക്കെ തെറ്റി തുടങ്ങി ഒട്ടിപ്പിടിച്ചൊന്നാവും. പേഴ്സണൽ ലൈഫ് അതുപോലെ ഒരാളുടെ ബോഡി ഷെയ്മിങ് അതൊന്നും ഒരിക്കലും ചെയ്യാൻ പാടില്ല. എൻ്റെ വൈഫിന് എന്ത് കുറവുണ്ടോ അത് എൻ്റെയാണ്, അവളെ ഞാൻ കുറവിലല്ല. അന്ന് എനിക്കൊരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ട് ഈ മാറ്ററിനെ എടുത്തിട്ട്. അല്ല അത് ഞാൻ പറയാം, ഇന്നത്തെ പറഞ്ഞതിന് ഞാൻ ഉത്തരം പറഞ്ഞുതരാം. ഒരാളുടെ ബോഡി ഷേമിങ്ങും തനിക്ക് കറുപ്പാണോ വെളുപ്പാണോ എന്ന് ഞാൻ ഒരിക്കലും ചോദിക്കാൻ പോല. കറുപ്പുള്ളവരും വെളുപ്പുള്ളവരും ഈ സമൂഹത്തിൽ തന്നെ ജീവിക്കുന്നവരാണ്. അവര് മനുഷ്യരായിട്ട് തന്നെയാണ് ജീവിക്കുന്നത്. അല്ലാതെ ഒരു കറുപ്പിന്റെ പേരിൽ ഒരാളെ താഴ്ത്തി കെട്ടാനോ അല്ലെങ്കിൽ ഒരു കണ്ണിന് ഒരു പ്രശ്നമുള്ള ആളെ താഴ്ത്തി കെട്ടാനോ നിൽക്കാൻ പാടില്ല ഈ ഭൂമിയിൽ. ചിലപ്പോൾ നമുക്കതാവും, നമ്മളിപ്പോൾ നല്ല രീതിയിൽ നിൽക്കണം. ഒരു നിമിഷം മതി ഒരു ആക്സിഡന്റ് എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ഷേപ്പ് മാറാനായിട്ട്, കൈ പോവാനോ കാല് പോവാനോ കണ്ണ് പോവാനായിട്ട്. അപ്പോൾ ഒരാളെ ബോഡി ഷേമിങ്, അവൾ കറുത്തിട്ടാണ്, അവൾക്ക് പല്ല് കമ്പിയിട്ടതിൻ്റെ പേരിൽ അവൾ മോശക്കാരിയാണെന്ന് ചിത്രീകരിക്കരുത് കിട്ടാം. അത് എനിക്ക് ശരിയെന്ന് തോന്നിയ കാര്യമാണ് ഞാൻ പറയാറുള്ളൂ. അല്ലാതെ ഒരാളെ പേഴ്സണലി മെസ്സേജ് അയച്ചിട്ട് നിനക്ക് പല്ല് കെട്ടിയാരണം നിനക്ക് അത് പറയാൻ പറ്റില്ലോടി, നിനക്ക് നിന്റെ കുറേ എനിക്ക് പേഴ്സണലായിട്ട് ആ മെസ്സേജ് അയച്ചേ ആ പാലടയ്ക്കോ അല്ലെങ്കിൽ പിള്ളേർ ഇതാണ്. ഞാൻ ഒരിക്കലും ഞാൻ പറയട്ടെ, ഞാൻ നിങ്ങളടുത്ത് വന്നിട്ട് നിന്നെ കുറിച്ചിട്ട് ആ പ്രൊഫൈൽ കണ്ട ആളടുത്ത് എനിക്ക് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നിങ്ങളെ കുറിച്ചിട്ട് ഒരാളടുത്ത് ഞാൻ മെസ്സേജ് അയക്കില്ല നിന്റെ ഫോട്ടോ എന്താ ഇങ്ങനെ. ഇത് ഞാൻ എൻ്റെ വൈഫും കൂടി നിൽക്കുന്ന ഫോട്ടോനെ ഒരാൾ ടാർഗറ്റ് ചെയ്തിട്ട് കമന്റ് ഞാൻ ഡിലീറ്റ് ചെയ്തു. സത്യം എന്നാ പറയാം, ഞാൻ ഡിലീറ്റ് ചെയ്തു. പിന്നെ എനിക്ക് എന്നിട്ട് ആൾ പേഴ്സണലായിട്ട് എന്നെ ചൊറിയാ, ഞാൻ ഒന്നും പറയാൻ പോയില്ല, ഞാൻ ബ്ലോക്ക് ചെയ്തിട്ടു. ഞാൻ അങ്ങനെയാണ്, എനിക്ക് ഓക്കെ എല്ലാം തോന്നിയാളെ ഞാൻ ബ്ലോക്ക് ചെയ്തിട്ടു. അപ്പോൾ ഒരാളെ ഇനി പേഴ്സണലായിട്ട് അറ്റാക്ക് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. കാരണം നിങ്ങൾക്ക് ഇഷ്ടമല്ലേ നിങ്ങൾ ഞാൻ ചെയ്യുന്ന പോലെ, അല്ലെങ്കിൽ മറ്റുള്ളവർ എന്താണ് ചെയ്യുന്നത്, ബ്ലോക്ക് ചെയ്യണമെങ്കിൽ ബ്ലോക്ക് ചെയ്യുക, അല്ലെങ്കിൽ സ്ക്രോൾ ചെയ്ത് പോകണമെങ്കിൽ സ്ക്രോൾ ചെയ്ത് പോകുക. അല്ലാതെ ഒരാളെ പേഴ്സണലായിട്ട് അയാളെ ബോഡി ഷേപ്പിങ് ചെയ്യുക, അയാൾക്ക് കണ്ണ് അങ്ങനെയാണ്, അയാളുടെ മൂക്ക് ഇങ്ങനെയാണ്, ആൾക്ക് സൗന്ദര്യം ഇല്ല, ആളെ മുടി ഇത്രയേ ഉള്ളൂ, ഒരിക്കലും ചെയ്യാൻ പാടില്ല കേട്ടോ. സ്വന്തം അച്ഛനും അമ്മയൊക്കെയോ ചിലപ്പോൾ കുറവുണ്ട് വെച്ചിട്ട് അത് മറ്റുള്ളവരോട് പോയി പറഞ്ഞു നടക്കില്ല ഒരാളും. അതേപോലെ തന്നെയാണ് എല്ലാവരും വേണ്ടത്. കാരണം സ്വന്തം വീട്ടിലുള്ളവരെ എങ്ങനെയാണോ അതേപോലെ തന്നെ മറ്റുള്ളവരെന്താ പുറമ്പോക്ക് ഭൂമിക്കാരാണോ? എല്ലാം തോന്നിയത് വിളിച്ച് പറയാനും തോന്നിയതുപോലെ പറയാനും തോന്നിയ പോലെ ചീത്ത വിളിക്കാനും ഉള്ള ആൾക്കാരല്ല ഒരിക്കലും. ഈ യൂട്യൂബിൽ എത്ര ആൾക്കാർ, ലക്ഷക്കണക്കിന് ആൾക്കാർ കാണുന്നുണ്ട്, ആ ലക്ഷക്കണക്കിന് യൂട്യൂബേഴ്സ് ഉണ്ട്. ഇവരൊക്കെ ഇങ്ങനെ തിരിഞ്ഞു കഴിഞ്ഞാൽ സാധാരണക്കാരുടെ അവസ്ഥ എന്താവും, അല്ലെ ഈ ചെയ്യുന്ന ആൾക്കാരുടെ അവസ്ഥ എന്താവും? എപ്പോഴും ചിന്തിച്ചിട്ട് കമന്റ് ഇടുക, മെസ്സേജ് അയക്കുക. ഇൻസ്റ്റാഗ്രാം എന്ന് പറഞ്ഞാൽ പബ്ലിക്കാണ്, പക്ഷെ ആ സമയത്ത് എന്നെ പേഴ്സണലായിട്ട് എനിക്ക് മെസ്സേജ് ചെയ്യുമ്പോൾ എനിക്ക് അതിൻ്റെ രീതിക്ക് നിയമം ഇതായിട്ട് എനിക്ക് പോകാം. ഞാൻ വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളായിട്ടൊരു പ്രശ്നത്തിന് മുമ്പില്ല. കാരണം ഒരു ചെറിയ പെൺകുട്ടിയാണ് എനിക്ക് മെസ്സേജ് അയച്ചത്. ചെറിയ പെൺകുട്ടിയാണ്, പ്രൊഫൈലാണ്, ചെറിയൊരു പെൺകുട്ടിയാണ്, ഒരു 17, 18 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ് എനിക്ക് മെസ്സേജ് അയച്ചത്. അപ്പോൾ ഇങ്ങനത്തെ വൃത്തിയായിട്ട കാര്യങ്ങൾ ഒരാളെ കുറിച്ചിട്ട് വൃത്തിയായിട്ടാണ് എനിക്ക് ഇഷ്ടമല്ലാത്ത, പേഴ്സണലി എനിക്ക് ഇഷ്ടമല്ല ഇങ്ങനത്തെ മെസ്സേജുകൾ എൻ്റെ ഇതിക്ക് അയക്കാൻ. ഞാൻ ഒരാൾക്ക് അയക്കാൻ പോകുന്നില്ല. എനിക്കിഷ്ടമല്ലെങ്കിൽ നമ്മൾ കാണണ്ട, അത്രയും നമ്മൾ ഇഷ്ടമല്ലെങ്കിൽ കാണണ്ട, മെസ്സേജ് അയക്കേണ്ട ഒന്നും ഇഷ്ടമല്ല എന്ന് പറയുകയും ചെയ്യാം. എന്നിട്ട് എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചിട്ട് എന്താ ഉപകാരം നിനക്കുള്ളത്? ഒരു ഉപകാരമില്ല. ഞാൻ എന്താണ് എങ്ങനെയാണെന്ന് അവൾക്കും അറിയാം, അവൾ എന്താണെന്ന് എനിക്കും അറിയാം. അപ്പൊ അതിന്റെ അപ്പുറം എനിക്ക് ഒരാളുടെ സർട്ടിഫിക്കറ്റ് എനിക്ക് വേണ്ട. അടുത്ത ചോദ്യം, കുണുക്കനോടാണോ കുണിക്കിയോടാണോ കൂടുതൽ ഇഷ്ടം? എനിക്ക് രണ്ടുപേരും ഒരേപോലെ തന്നെയാണ്. കാരണം അവർ രണ്ടുപേരും എൻ്റെ മക്കളെ പോലെ ഞാൻ കാണുന്ന ഒരാളാണ്. അവർക്ക് ഞാൻ ചീത്ത പറയാറുണ്ട്, കുണുക്കനെയൊക്കെ ഇല്ല, കുണുക്ക അത്യാവശ്യം ഞാൻ ചീത്ത പറയും, കുണുക്കിനെ ആയാലും ചീത്ത പറയും. അത് അവര് ഇഷ്ടമല്ലായികയല്ല. നമ്മളൊരാളെ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്യും, ചിലപ്പോൾ മണ്ണിൽ കളിച്ചിട്ട് എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവരത് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ ഒരിക്കലും അവരിഷ്ടമല്ലായ്മയോ അല്ലെങ്കിൽ അവരോട് ഇഷ്ടമല്ലാത്തതുകൊണ്ടോ പറയണതല്ല. എനിക്ക് രണ്ടുപേരും ഒരേപോലെയാണ്, രണ്ടുപേരും എനിക്ക് ഇഷ്ടമാണ്. അത് കണ്ടാക്കും അതേപോലെ തന്നെ വലിയ ഇഷ്ടമാണ്. അല്ല ഉണക്കാ ഷെബിന് ഇഷ്ടല്ലേ? എനിക്ക് ബേബി അവർക്ക് എപ്പോഴും കൊടുക്ക രാവിലെ എഴുന്നേറ്റ് അവൻ്റെ അടുത്തത് ഉറങ്ങണവരെ എൻ്റെ കൂടെ ഇരിക്കുന്നുണ്ടാവുക. അതും നമ്മൾ കുട്ടികളല്ലേ, അവരെന്നെ വേറെ തിരിച്ച് ഒരിക്കലും കാണാൻ പാടില്ല കേട്ടോ. രണ്ടുപേരും പറഞ്ഞു വെറുപ്പിക്കുന്ന ഒരു കാര്യം, രണ്ടുപേരും പറഞ്ഞു വെറുപ്പിക്കുന്ന അങ്ങോട്ടും പറഞ്ഞു വെറുപ്പിക്കുന്ന കാര്യമായിരിക്കും. അങ്ങനെ ഒരു കാര്യങ്ങളൊന്നും ഇല്ല ഞങ്ങളുടെ ഇടയിൽ.
അല്ലാതെ ഒരു കാര്യത്തിന്റെ മുകളിൽ എന്നെ ടാർഗറ്റ് ചെയ്ത് ശരിയല്ല തോന്നിക്കഴിഞ്ഞാൽ ഞാനും അവളായാലും പറയും ചേട്ടാ പറഞ്ഞ ശരിയല്ല, സ്പോട്ടിൽ പറയും. അല്ലാതെ അത് ആലോചിച്ച് വെച്ചിട്ട് പിന്നെ പറയുക അല്ലെങ്കിൽ അതിന്റെ മുകളിൽ തല്ലോട്ട് അതൊന്നും ഞങ്ങളില്ല. ഞങ്ങളെല്ലാ തല്ലോട്ടൊക്കെ ചെറിയ ചെറിയ ഇതൊക്കെ അപ്പത്തെ ഇതെല്ലാം തീരും. തനിച്ച് രണ്ടുപേരും താമസിച്ചപ്പോൾ ഉള്ള ഫീലിങ് ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും ഒരുമിച്ച് താമസിക്കുമ്പോൾ മാറ്റും. ഏതാ കൂടുതൽ ഇഷ്ടം? അതിപ്പോ എനിക്ക് അല്ല രണ്ടാണ്. കോപ്പി അടിക്കണതിന്റെ സുഖവും പഠിച്ചെഴുതുന്നതിന്റെ സുഖം രണ്ടല്ലേ. അതേപോലെ ഇത് രണ്ടാണ്. കോപ്പി അടിച്ച് എഴുതുമ്പോൾ സുഖമായിട്ട് നമ്മൾ പാസ്സാവും, മറ്റേ നമ്മൾ കഷ്ടപ്പെട്ടിരുന്ന് പഠിക്കേണ്ടതാവും. അതേപോലെ ഫാമിലി ലൈഫ് സിംഗിൾ ആയാലും കൂട്ടാൻ അച്ഛനും അമ്മ അത് വേറെ ലൈഫാണ്. അവര് ഫുൾ ഹാപ്പി മൂഡ്. നമ്മളപ്പോ ഒറ്റയ്ക്കാകുമ്പോ ഹാപ്പി മൂഡ് അല്ലാന്ന് കേട്ടാ. അത് ആ സമയത്ത് നമ്മുടേതായ ലോകമായിട്ട് മാറും. ഇതാകുമ്പോ എല്ലാവരുടെയായിട്ടും ലോകത്തിൽ നമ്മള് കയറി അത്രേ ഉള്ളൂ. അല്ലാതെ അത് നല്ല കാര്യമില്ലേ. എപ്പോഴും ഫാമിലി കൂടി ഉണ്ടാവണ്ടേ. അതില്ലാത്തവർക്ക് അതിന്റെ വിഷമം അറിയാം, ഉള്ളവർക്ക് അതിന്റെ വിഷമം അറിയില്ല. ഇഷ്ടം അത്രമാത്രം, അല്ലാതെ കുറ്റം കുറവും പറയാൻ മാത്രം യോഗ്യതയുള്ളവരാരും ഇല്ല. അത് ഞാൻ പറഞ്ഞിട്ട് അത് എപ്പോഴും ശരിയാണ്. കാരണം സ്വന്തം കാലത്ത് ഇത് മന്ത് മറച്ചു വെച്ചിട്ടാവും അടുത്ത കാലത്ത് 2 മന്താന്ന് പറയണത്. ഞങ്ങളെ ഇതിൽ ക്രിസ്ത്യൻസില് സ്വന്തം കണ്ണത്തെ ക്രിസ്ത്യനില് സോറി ഇട്ടാ അതെല്ലാരും പറയണത്. ഞാൻ വേറെ എന്തോന്ന് കാര്യമായിട്ട് ഓർമ്മ വന്നു, പക്ഷെ അത് പിന്നെ മനസ്സിലായത് ക്രിസ്ത്യൻസിന്റെ അല്ല എല്ലാവരുടെയും ഉള്ള സ്വന്തം കണ്ണത്തെ കരട് കളഞ്ഞിട്ട് വേണം മറ്റുള്ളവരുടെ കണ്ണത്തെ കരട് കളയാനായിട്ട്. അതെന്നെ പറയാൻ വന്നു. പക്ഷെ അതന്നെ സംഭവം. പക്ഷെ ഞാൻ പറഞ്ഞിപ്പോ വേറെ ഏതോ മൂലയ്ക്ക് പോയി. പ്രണയിച്ച് വിവാഹം കഴിച്ചവർ അല്ലേ നിങ്ങൾ? തീർച്ചയായിട്ടും സന്തോഷത്തിലും ദുഃഖത്തിലും കൂടെ നിന്ന് ഒരുമിച്ച് നേരിടാം. അത് പ്രേമിച്ചവര് മാത്രല്ല കേട്ടോ, വിവാഹ ജീവിതം എല്ലാം അഡ്ജസ്റ്റ്മെന്റ് ആണ്. കുറെ ദേഷ്യങ്ങൾ വന്നു കഴിഞ്ഞാലും എല്ലാം പറഞ്ഞും മനസ്സിലാക്കിയും ജീവിക്കണം. അത് ഞങ്ങളുടെ കേസിൽ മാത്രല്ല, കല്യാണം കഴിഞ്ഞ് ചിലപ്പോ അറേഞ്ച് മാരേജ് ആവും, അത് കഴിഞ്ഞിട്ട് തല്ലൂടി പോണവർ എത്ര പേരുണ്ട്, പിരിഞ്ഞു പോണ. അതൊന്നും ഒരിക്കലും അഡ്ജസ്റ്റ്മെന്റ്. അതാണ് നമ്മളിപ്പോ തെറ്റ് എന്ന് പറയുമ്പോ അവള് അതിനൊപ്പം അല്ല ശരി എന്ന് പറഞ്ഞ് ന്യായീകരിച്ച നമ്മൾ തല്ലൂട്ടുണ്ടാവുള്ളൂ. ഞാൻ അതാ ചെയ്യാറ്. അവൾക്ക് എന്തെങ്കിലും ഇഷ്ടമില്ലാത്ത കാര്യം പറഞ്ഞാൽ ഞാൻ മിണ്ടില്ലല്ലോ, ശരി പറഞ്ഞ ഞാൻ ആവർത്തിക്കില്ല കേട്ടോ. ഞാൻ ഒരിക്കലും പിന്നെ രണ്ടാമത്തെ തല്ലൂടാൻ പോവില്ല. കാരണം ശരി ഓക്കെ കഴിഞ്ഞു, പ്രശ്നം കഴിഞ്ഞു, എന്റെ ഭാഗത്തെ തെറ്റ് സോറി. ഒറ്റ ഡയലോഗ് പറയുള്ളൂ, അതില് എന്റെ എല്ലാ ദേഷ്യം മാറി പിന്നെ ഞാൻ അത്രേ ഉള്ളൂ. അത് എങ്ങനെയായിരുന്നു ഇത്രയും വലിയ ആനേനെ ഞാൻ പറഞ്ഞെ തെച്ചിക്കോട്ട് രാമചന്ദ്രൻ അത്രയും വലിയ ആനേനെ ആ പാപ്പാനെ എന്തുകൊണ്ടാ നിർത്തണത്? വേറൊരു തോട്ടിക്കോല കൊണ്ടാ. അപ്പൊ അത്രയും വലിയ ധൈര്യമുള്ള ആളാണത്. കാരണം ആളുടെ ധൈര്യം എന്താ തോട്ടിക്കോല. ഇത്രയും യമണ്ട കേരളത്തിലെ ഏക രാജാവാണ്. ആ രാജാവിനെ നിർത്തണ ഒരു തോട്ടിക്കോലിന്റെ മുകളിൽ അറിയുമ്പോ ആലോചിച്ച് നോക്കണം. അതേപോലെ ആവണം. നമുക്ക് ഒറ്റ ഡയലോഗിൽ നിർത്താൻ അങ്ങനെയൊന്നുമില്ല കേട്ടോ. എന്താ പറയാ, സങ്കടപ്പെടുത്തിയിട്ടാ നമുക്ക് പറയാം. അത് നമ്മള് നോട്ട് ചെയ്തിട്ടില്ല. നമുക്ക് എവിടെയാണോ കിട്ടുക സാരം, എവിടെയാണോ മത്സരം, അല്ല എവിടെയാണോ തല ആ പോയിന്റ് നമ്മൾ പിടിക്കുക. ആ സമയത്ത് സ്പോട്ടിൽ കൊട്ടി കൊടുക്കുക. അത്രയും ഞാൻ ചെയ്യാറുള്ളൂ കേട്ടോ. അല്ലാതെ ഞാൻ തല്ലൂടാൻ ഞാൻ ഒരിക്കലും നിൽക്കില്ല. ഇവളുടെ സ്വഭാവം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവളിങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കും കന്ന. അപ്പൊ അവസാന നിമിഷത്തെ ആയതാണ് എന്റെ ഇത്. ഈ ഡയലോഗ് എന്റെ അവസാന നിമിഷം ഞാൻ പൊട്ടിക്കുള്ളൂ. കാരണം അത്ര എനിക്ക് അല്ല ചിലപ്പോ ഇപ്പൊ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പൊട്ടിക്കാറുണ്ട്. എനിക്ക് വല്ല ഇഷ്ടപ്പെടാത്ത ഞാൻ ചൂടാവുന്ന നേരത്ത് ഇവ ഡയലോഗ് കിടക്കും. അപ്പൊ ഞാൻ തണുത്ത നേരത്ത് ഇവ കയറും. പിന്നെ എന്നോട് ഇരുന്ന് ചൂടാവും. അങ്ങനെയാണല്ലോ നമ്മളെ സ്ഥലത്ത് കിട്ടിക്കഴിഞ്ഞാൽ സ്പോട്ടിൽ കയറാം. പിന്നെ ഞാൻ മതിയുടെ സോറിടാ ഉമ്മാട അതാ ഇതാന്ന് പറയും. പക്ഷെ തരില്ല. പിന്നെ ഇവന്റെ മനസ്സ് ഓക്കെ ആവളോട്ടാ. നെഗറ്റീവ് പറയുന്നത് അവർക്ക് അതൊക്കെ ഉള്ളത് കൊണ്ടാണ്. തീർച്ചയായിട്ടും അതൊക്കെ അത്ര തന്നെ ഉള്ളൂ. ഞാൻ അങ്ങനത്തെ വിശ്വസിക്കുന്നു. അത് പറയുന്നത് അത്ര കരുതിയാ മതി. ഒരുപാട് ഇഷ്ടം പറഞ്ഞു ഷെബി. തീർച്ചയായിട്ടും തിരിച്ചും അതേപോലെ തന്നെ കേട്ടാ. ചേട്ടനും ചേച്ചിയും കുഞ്ഞാനും സുഖമായി ഇരിക്കട്ടെ. സുഖാണ്, ഒരു കുഴപ്പമൊന്നുമില്ലാതിരിക്കട്ടെ. പ്രാർത്ഥനകൾ മാത്രം മതി. ഹലോ ഷെബിൻ പൊന്നും, നെഗറ്റീവ് കമന്റ്സ് ഇപ്പോൾ കുറഞ്ഞ പോലെ തോന്നുന്നു. ഇടാൻ പ്രലോഭിപ്പിക്കാണോ? ഇടാൻ വേണ്ടിയിട്ടുള്ള ഇതാണോ മുന്നറിയിപ്പാണ്? പോവാ അച്ഛനും അമ്മയും വരണ്ടേ? അവര് വന്നാലേ നമുക്ക് പോവാൻ പറ്റുള്ളൂ. എന്റെ സേട്ടാ സെബിയുടെ വണ്ടിയിൽ അവര് വരണ്ടേ സേട്ടാ? അവര് വന്നാലേ നമുക്ക് എല്ലാവർക്കും കൂടി പോവാൻ പറ്റുള്ളൂ സേട്ടാ.
നമ്മളെ വണ്ടിയിലായാലും അച്ഛനമ്മയും വേണ്ട ചേട്ടാ. ചോദ്യം ചേട്ടാ നീ പോ ചേട്ടാ. അടുത്ത ചോദ്യം ചോദിക്കും. ഈ ലുക്കിൽ ഷെബിൻ ചേട്ടൻ സൂപ്പറാ. താങ്ക് യു. ഏത് ലുക്കിലാവും? ഏജ് ഡിഫറൻറ്റ് 8 വയസ്സിന്റെ വ്യത്യാസമുണ്ട് കേട്ടോ ഞാനും പൊന്നും തമ്മിൽ. ഫസ്റ്റ് മീറ്റ് അതിന് ലവ് സ്റ്റോറി പറയാം. നമ്മടെ ജിഞ്ചിഞ്ഞാക്കടി ഒക്കെ ഇതിന്റെ ഇടയിൽ കൂടെ. ഓക്കെ എല്ലാം കുനിക്ക ഇതിന്റെ ഇടയിൽ കൂടെ ചോദിച്ചിട്ട് അറിയാനുള്ള നടക്കില്ല മോനെ. പൊന്നു പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞപ്പോ ഷെബിന്റെ വീട്ടുകാർ എന്താണ് പറഞ്ഞത്? അവനെന്ത് പറയാൻ, കുഴപ്പമൊന്നുമില്ല. യൂട്യൂബ് വരുമാനം ഇല്ലെങ്കിൽ എന്ത് ജോബ് ചെയ്യും? അവിടുത്തെ നാളെ ചെയ്തിരുന്ന ജോബ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മളറിയാത്തോണ്ടുള്ള ഈ ചോദ്യങ്ങളാ. യൂട്യൂബ് ഒക്കെ സെക്കൻഡറി ആണ് മക്കളെ, ഇതൊരിക്കലും ശാശ്വതമല്ല. നമുക്കറിയാം യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം ഇതൊക്കെ സെക്കൻഡറി പാർട്ടാണ്. നമുക്ക് വരുമാനം നേടാൻ നമ്മൾ പണിയെടുത്ത് തന്നെ നമുക്ക് കാശുണ്ടാക്കാൻ പറ്റുള്ളൂ. ഇപ്പം നമ്മൾ ഇതിൽ രണ്ടും കൂടിയിട്ട് ഒരു തോണിയിൽ അല്ല 2 തോണിയിൽ കാലിട്ട് പോകാന്ന് പറഞ്ഞില്ലേ. എങ്ങോട്ടാണോ ഒരു തോണി ഡൈവേർഷൻ തിരിഞ്ഞ് പോകണത് അപ്പം നമ്മൾ ഏതെങ്കിലും ഒരു തോണിയിലേക്ക് കയറിപ്പോവും. അത്ര തന്നെ ഉള്ളൂ. ഇത് ഒന്നും പഞ്ഞില്ല. പിന്നെ ബേബിക്ക് നെയിം കണ്ടെത്തിയിട്ടുണ്ടോ? ഇല്ല, ഒരിക്കലും കണ്ടെത്തിയില്ല. നിങ്ങൾക്ക് നല്ല നെയിമൊക്കെ അറിയുന്നത് 2 മതത്തിലും ചേരാത്ത നല്ല നെയിം. അത് എയിലോ എസിലോ 2 സ്പെല്ലിങ്ങിലോ എന്ന പേര് പിന്നോട് പറയും. അതെന്താ അറിയും, ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് ഓരോന്ന് പേര് അറിയുമ്പോൾ അവർക്ക് അത് പറ്റില്ല. എസും എയും വേണം. അങ്ങനെ ഏതിലും എനിക്ക് ഇഷ്ടപ്പെട്ട പേര് ഞാൻ പറഞ്ഞ എന്താ പറയുക, മെസ്സി. ആൺകുട്ടിയാണ് മെസ്സി എന്നാണ് പേര് പറഞ്ഞത്. പെൺകുട്ടിയാണ് പേരെന്തായിരുന്നു പറഞ്ഞത്? ദയ. പെൺകുട്ടിയാണ് ദയ എന്നും ആൺകുട്ടിയാണ് മെസ്സി. അല്ല മെസ്സി എന്നാണ് പേര് ഞങ്ങൾ തീരുമാനം. അല്ല തീരുമാനം അയച്ചല്ല, എന്റെ ആഗ്രഹം ഞാൻ പറഞ്ഞ എനിക്ക് ആൺകുട്ടിയാണ് മെസ്സി. ഇവിടെ പേര് പറഞ്ഞ ഒന്ന് പറഞ്ഞത് ആൺകുട്ടിയാണെങ്കിൽ സാമി, പെൺകുട്ടിയാണെങ്കിൽ എന്തായിരുന്നു പറഞ്ഞ ശ്രീദേവി. അതാണ് പറഞ്ഞ പേര്. ഞാൻ ചുമ്മാ ചൊറിയ വേണ്ടി പറഞ്ഞു, തമാശ പറഞ്ഞു, സീരിയസ് ആയി പറഞ്ഞില്ല. അപ്പൊ രണ്ടാളെ പേരും കേട്ടില്ലേ? വിചാരിച്ചൊരു പേരുണ്ടില്ല. അപ്പൊ രണ്ടാളെ പേര് മനസ്സിലായി. ഞാൻ ആൺകുട്ടിയാണ് മെസ്സി എന്നുണ്ട്. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. കാരണം എന്താ പറയാ, അർജന്റീന അന്ന് കപ്പ് എടുത്തിക്കണ ഒരു നിമിഷം ഉണ്ടായിരുന്നല്ലോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. ആ ഒരു സാഹചര്യത്തില് ഞങ്ങൾ അന്ന് തന്നെ പറയും പിന്നെ ആൺകുട്ടി ഉണ്ടായി ഞാൻ മെസ്സിന്റെ പേര്. അപ്പൊ ആൺകുട്ടിയാണ് മെസ്സി എന്നൊരു ആഗ്രഹമുണ്ട്. പക്ഷെ സമ്മതിക്കില്ല പറഞ്ഞു പോലും. സമ്മതിക്കുക അങ്ങനെയല്ല, പേര് നമ്മൾ മാറ്റും, ചിന്തിക്കും. ഒരു മിനിറ്റ് കേട്ടാ, ഞാൻ ഇപ്പൊ കട്ടാക്കിയിട്ട് വരാം. അവള് പാട്ട് ഓൺ ആക്കിയിട്ടുണ്ട്, അല്ലെ കോപ്പിറൈറ്റ് അടിക്കും. എൻ്റെ അടുത്താ തക്കിടുമ്പോ വന്നേ എൻ്റെ കുട്ടിയാട്ടാ എൻ്റെ ശുത്തുമണിയെ. അയ്യോ ശുത്തുമണിയാട്ടാ പറയാ. അടുത്ത ക്വസ്റ്റ്യൻ. രണ്ടുപേരും സുഖമാണോ? ഹാപ്പി ആയിരിക്കും. ഇത് വായിക്കണോ? അത് താല്പര്യമില്ല. അങ്ങനെ ചോദിക്കണ്ട പറഞ്ഞു. നേമയെ വീഡിയോയിൽ കാണിക്കാറില്ലല്ലോ. താല്പര്യമില്ലാത്തവരെ നമ്മൾ വിളിച്ചു തരേണ്ട കാര്യമില്ലല്ലോ. നമുക്ക് ഇഷ്ടമുള്ളവരല്ലേ നമ്മൾ കേട്ടിട്ടുണ്ട്. അല്ലാതെ നമുക്ക് താല്പര്യമില്ലാത്ത, എനിക്ക് പേഴ്സണലി താല്പര്യമില്ല. അപ്പം ഞാൻ അത് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് താല്പര്യമില്ലാത്ത കേസിൽ ഞാൻ നിൽക്കൂല, അതിൻ്റെ മുകളിൽ ഇറങ്ങില്ല. കാരണം നമുക്ക് ഒരാളെ കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം ആളെങ്ങനെയാണ് എന്താണ്. അത് ഞാൻ പറഞ്ഞപ്പോൾ ഇവർക്കൊന്നും വിശ്വാസമായിരുന്നില്ലാത്തൊരു സാഹചര്യമായിരുന്നു. കുണുക്ക ശബ്ദം ഉണ്ടാക്കല്ലേ. തീർച്ചയായിട്ടും എടുക്കുന്നുണ്ട്. വർക്കിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ മാറ്റി. കാരണം സാധാരണക്കാർക്ക് എല്ലാവർക്കും കൂടി എടുക്കാൻ പറ്റുന്ന ഒരു വർക്കാണ്, താങ്ങാവുന്ന വർക്കാണ്. താണല്ല, താങ്ങാവുന്ന. ഓക്കെ, പഠിപ്പിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നേരം എടുക്കൂട്ട. അത് തന്നെ ഞാൻ പറയുന്നില്ലേ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട. അപ്പോൾ ഒരു ഇംഗ്ലീഷുകാർ വിളിച്ചതാ, നമ്പർ മാറിപ്പോയതോ, ഒരു നമ്പർ മാറി വിളിച്ചത്. അതിനെ ഞാൻ കട്ടാക്കി വെച്ചു. അവിടെ എന്തൊക്കെയോ പറയുന്നുണ്ട്, വേറെ ആരോടൊക്കെയുള്ള സംസാരം എൻ്റെ അടുത്ത് ഉണ്ടെന്ന കാര്യം. നിങ്ങളുടെ ഫാമിലിയുടെ ബിഗ് ഫാൻ ആണ്. തീർച്ചയായിട്ടും ദുബായിലാണ്. എനിക്ക് ചോദിക്കാനുള്ളത്, ഇനി ലൈഫിലൊരു ഡ്രീം എന്താ വെച്ചാൽ എനിക്ക് എന്റെ വീട് എടുക്കട്ടെ നോക്കാം. എനിക്ക് ആഗ്രഹം എന്ന് വെച്ചാൽ ഒരു വീട് വെക്കണം. എന്റേതായ കുറച്ച് കാര്യങ്ങൾ എനിക്ക് ചെയ്തു തീർക്കാറുണ്ട്. ഒരു വീട് വേറെ. അപ്പൊ എന്റേതായ കാര്യങ്ങൾ കുറച്ച് എനിക്ക് ചെയ്ത ഫാമിലി ആയാലും അവരൊക്കെ ഒന്ന് സേഫ് ആക്കി നിർത്താനുള്ള ഒരു ആഗ്രഹമുണ്ട്. അപ്പൊ അതിന് വേണ്ടി പ്രയത്നിക്കും. ഉണ്ണിനെ കാണാൻ പോകുന്നില്ലേ? തീർച്ചയായിട്ടും പോകും. നമ്മുടെ ഇക്കാന്റെ കുട്ടീനെ കാണാൻ ആരാരും പോവുക.
നമ്മൾ പോണാണ് കേട്ടോ. എന്തായാലും പോകും, തീർച്ചയായിട്ടും പോണ കേസാ. ഞാൻ ഉണ്ണിയുടെ വിവരങ്ങളൊക്കെ ഇടയ്ക്ക് മെസ്സേജ് അയച്ചിട്ടൊക്കെ അന്വേഷിക്കാൻ എന്തായാലും പോകും. ഇപ്പൊ ഈ ഒരു ഇത് കഴിഞ്ഞിട്ട് ഞങ്ങള് പോണാണ്. എന്തിനാ ചോദിക്കുന്നത്? Q&A കൊണ്ട് അമ്മയ്ക്ക് കലിപ്പായി അല്ലെങ്കിൽ ഏട്ടായിക്ക് കലിപ്പായി അവരോട് ചുട്ട മറുപടി എന്ന് പറഞ്ഞ് അടുത്ത വീഡിയോ ഇടാനാണോ? തീർച്ചയായിട്ടും. പിന്നെ ഞാൻ ഒരു കാര്യം, നിങ്ങൾക്ക് ഇങ്ങന്മാര് ചോദ്യം ചോദിക്കാന്നുണ്ടെങ്കിൽ എനിക്ക് അങ്ങോട്ട് എങ്ങനെ വേണമെങ്കിലും പ്രതികരിച്ചുകൂടെ? നിങ്ങൾ ഇങ്ങോട്ട് എങ്ങനെയാണ് അതേപോലെ ഞാൻ അങ്ങോട്ടാവും, അത്ര തന്നെ ഉള്ളൂ. അത് ഒരിക്കലും കുറ്റം പറയില്ല. നമ്മളെടുത്ത് പ്രലോഭിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ പ്രതികരിച്ചു പോകും. അത് നിങ്ങളെ ഇതാണ്. നിങ്ങൾ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇത്രയും നല്ല ക്വസ്റ്റ്യൻസ് അയച്ചു, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്ന? നല്ല രീതിയിൽ ക്വസ്റ്റ്യൻസ് വന്നായിരുന്നു. അപ്പോൾ അതാണ് ചൊറിയാൻ വേണ്ടിയിട്ട് മാത്രം ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ഇടുമ്പോൾ നമുക്കൊന്നും പറയാനില്ലല്ലോ. അതിനുള്ള ഇത് ചിലപ്പോൾ ശബ്ദം മാറിയിട്ടാവും പ്രതികരിക്കണ്ടാവും. അപ്പൊ അതിനെ നമ്മൾ എന്താ ചെയ്യാ? അതിനുള്ള ചെറിയ ഇതല്ലോ. ലവ് സ്റ്റോറി പറയൂട്ടാ. എന്താണ് പ്രശ്നം? അത് പറയാൻ താല്പര്യമില്ലാത്തതിൻ്റെന്നല്ല. കാരണം നമുക്ക് ആ കേസ് നമ്മൾ തീർത്തതാണ്. അത് മുസ്ലിംസ് അല്ല, ആ ഒരു കിളിച്ചുണ്ട മാമ്പഴത്തിലില്ലേ എന്ത് ചൊല്ലി വിടുകയെന്ന് പറയാ, ഭാര്യമാരനെ എന്ത് ചൊല്ലി വിടുകയെന്ന് പറയും, മൊഴിയല്ല വേറെന്ത്, മുത്തലാക്ക്. അതല്ല, ഭാര്യരല്ല. നമ്മൾ അതേപോലെ എഴുതി തള്ളിയൊരു കേസാണ്. നമ്മൾ അതേപോലെ എഴുതി തള്ളിയ കേസിനെ വീണ്ടും നമ്മളൊരു മാട്രിക്ക് വിളിച്ചു കയറ്റാൻ താല്പര്യമില്ല. അത് പോയ കേസാണ്. ആ പോയത് തന്നെ. ആ വഴിക്ക് പോയാൽ നമ്മൾ ആ വഴിക്ക് വിടും. കാരണം നമ്മളടുത്ത് എങ്ങനെയാണ് അതേപോലെ ഞാൻ തിരിച്ചേക്കുള്ളൂ. ഇവൻ പൊന്നു അറിയാം കൃത്യമായിട്ട്, പൊന്നുവിന് അത് എന്നെ കുറിച്ചിട്ട് അറിയാം. എൻ്റെ അടുത്ത് എങ്ങനെയാണോ ഒരാൾ നിൽക്കണത് ആളടുത്ത് എൻ്റെ മൈൻഡ് അങ്ങനെയായിരുന്നു. പിന്നെ എനിക്ക് പറയാൻ പറ്റില്ല. ഫുഡ് കഴിക്കാൻ പറ്റുന്നുണ്ടോ? കുഴപ്പമൊന്നുമില്ല. ഇന്നലെക്ക് ഇവര് ഫുഡ് കഴിയുമ്പോൾ കഴിക്കാൻ തോന്നിയില്ല. എനിക്ക് ആ മണങ്ങളൊന്നും പറ്റിയില്ല. പിന്നെ രാത്രി വിശന്നപ്പോഴാണ് കഴിച്ചത്. ഇന്ന് കാലത്ത് എനിക്ക് ദോശ ഇഷ്ടമുള്ള ആളാണ്. ദോശ ഞാൻ വല്ലാതെ കഴിച്ചില്ല. ഹോസ്പിറ്റലിൽ പോയിട്ടില്ല. തിങ്കളാഴ്ചയാണ് പോണത്. പോവാടാ, ഇപ്പൊ വരാം. ഇനി വർക്കെല്ലാം ചെയ്യുന്നുണ്ട്. യൂട്യൂബ് റെവന്യൂ എത്രയാണ് അത് നമുക്ക് പറയാൻ പാടില്ല. നിയമത്തിന്റെ അല്ല, അതാരും പബ്ലിഷ് ചെയ്യും. ഇപ്പൊ ഞാൻ ഒരു മിനിറ്റ് കുണിക്കേ, ഇപ്പൊ വരാ കുണിക്കേ. അപ്പോൾ അടുത്ത ആളും കയറി വന്നിട്ടുണ്ട് കേട്ടോ രംഗത്തേക്ക്. അടുത്ത ചോദ്യം വെച്ചിട്ട് വേഗം തന്നെ അവസാനിപ്പിക്കാം നമുക്കിത്. അതൊക്കെ ലവ് സ്റ്റോറിയിൽ നമ്മൾ പറയുന്നതാണ് കേട്ടോ. കൂടുതൽ ബേബീസിന് അംഗൻവാടി നമ്മൾ തുടങ്ങണില്ലല്ലോ. അത് സാഹചര്യം അനുസരിച്ചിട്ടല്ല. അതൊന്നും ഒരിക്കലും പ്രഡിക്റ്റബിൾ ആയിട്ട് കാര്യമല്ല. കുഞ്ഞു പോണൊക്കെ ഉണ്ട്. അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും വേണമെങ്കിൽ അമ്മയോട് ചോദിക്കാന്ന് പറഞ്ഞാൽ അതല്ല വേറെ ഒന്നല്ല കേട്ടോ. കുഞ്ഞ് പഠിക്കാനൊക്കെ പോകുന്നുണ്ട്. അതിന്റെ അവളെ കുറിച്ച് അതിന്റെ കാര്യങ്ങളൊക്കെ അവളെ അമ്മയോട് ചോദിച്ചാൽ കൃത്യമായിട്ട് പറയൂലോ. പിന്നെ എനിക്ക് രണ്ടുപേരും ഇഷ്ടമാണ്. പൊന്നിന്റെ ഫാമിലിയെ തീർച്ചയായിട്ടും. അപ്പൊ നമുക്ക് അവസാനിപ്പിച്ചാലോ? പൊന്നുവിന്റെ വീട് അതിഥി വീടാണോ? അല്ല, പോപ്പത്താണ് കേട്ടോ. അതെ, ഞങ്ങളിപ്പോ മതി ഇന്നത്തെ ഇത് അവസാനിപ്പിക്കും. നിങ്ങള് വാട്സപ്പിലല്ലേ ഫേസ്ബുക്കിൽ അപ്പോൾ എന്തെങ്കിലും ഒന്നിൻ്റെ മെസ്സേജ് അയച്ചാൽ ഞാൻ റിപ്ലൈ ചെയ്യുന്നുണ്ടോ. പിന്നെ ഒരു കാര്യം കൂടി, മേക്കപ്പിൻ്റെ എന്തെങ്കിലും സംബന്ധമായുള്ള വീഡിയോ കോളോ മെസ്സേജ് അയക്കുമ്പോൾ ഞാനാണ് റിപ്ലൈ തരുന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് അനുഭവം ഉണ്ടായാലെന്ന് വെച്ച് കഴിഞ്ഞാൽ വിളിച്ചു കഴിഞ്ഞാൽ ഫോൺ സംസാരിക്കാത്തൊരു ഇതുണ്ടായിട്ടുണ്ട്. കാരണം ആണിൻ്റെ ശബ്ദമായിരുന്നു ഞാനാണ് ഫോൺ എടുക്കാറ്. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സംസാരിക്കുക, ഇല്ലാതെ വെറുതെ വിളിച്ചിട്ട് നമ്മളൊരു മീറ്റിങ്ങിൽ എവിടെയെങ്കിലും പോണ നേരത്തെ വിളിച്ചു കഴിഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ അമർത്തുക. ഓക്കെ, ബൈ. പോട്ടെ, മതി, അവസാനിപ്പിച്ചു കേട്ടോ.